ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്തൊരു ദൃശ്യവിസ്മയത്തിന് കളമൊരുങ്ങുകയാണ്. കോടികൾ ചെലവിട്ട് ഹോളിവുഡ് ലെവൽ VFXുമായി എത്തുന്ന നിതീഷ് തിവാരിയുടെ പ്രൊജക്റ്റ് രാമായണം. ഇത്രയും നാൾ നമ്മൾ കേട്ട വാർത്തകളും പ്രഡിക്ഷനുകളും ഒക്കെ മാറ്റിപ്പിടിച്ചു. കാരണം രാമായണത്തിൻ്റെ ട്രെയിലർ ഔട്ടായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരൊറ്റ ചർച്ചയേ ഉള്ളൂ, ഈ മാസ് ട്രെയിലർ വിഷ്വലുകൾ തന്നെ. ബോളിവുഡ് ചോക്ലേറ്റ് ബോയ് രൺബീർ കപൂർ ശ്രീരാമനായി എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശാന്തവും എന്നാൽ തേജസ്സുറ്റതുമായ ലുക്ക് കാണികളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. രാമന്റെ ആ മുഖകാന്തിയും വില്ലേന്തിയുള്ള നിൽപ്പുമൊക്കെ ആർക്കും ഒറ്റനോട്ടത്തിൽ കണ്ണെടുക്കാൻ തോന്നാത്ത വിധം പെർഫെക്റ്റാണ്. സായി പല്ലവിയുടെ സീതാദേവിയായുള്ള പകരപ്പകർച്ച കൂടിയാകുമ്പോൾ ക്ലാസിക് ഫീൽ അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തും. പക്ഷേ ഈ ട്രെയിലറിലെ യഥാർത്ഥ തീപ്പൊരി എന്താണെന്നറിയാമോ? റോക്കി ഭായ്, നമ്മുടെ സ്വന്തം യാഷ്. ലങ്കാധിപതി രാവണനായി യാഷ് സ്ക്രീനിലേക്ക് നടന്നു കയറുന്ന ആ ഒരു സിംഗിൾ ഷോട്ട് മതി തിയേറ്ററുകളിൽ തീ പിടിക്കുമെന്നുറപ്പാണ്. രാവണന്റെ ആ ഗാംഭീര്യവും കണ്ണുകളിലെ ആധിപത്യവും ആറ്റിറ്റ്യൂഡും യാഷിന്റെ കൈകളിൽ ഭദ്രം. കേവലം ഒരു വില്ലൻ എന്നതിനപ്പുറം പണ്ഡിതനും ശക്തനുമായ ലങ്കേശ്വരനായി യാഷ് സ്ക്രീൻ നിറഞ്ഞു നിൽക്കുകയാണ്. റോക്കി ഭായിൽ നിന്ന് രാവണനിലേക്കുള്ള ഈ മാസ് മാറ്റം കാണുമ്പോൾ ഒന്നുറപ്പിക്കാം, ഈ രാമായണത്തിന്റെ യഥാർത്ഥ ഷോ സ്റ്റോപ്പർ യാഷ് തന്നെയായിരിക്കും. ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചേക്കാവുന്ന ഈ ബിഗ് ബജറ്റ് വിഷ്വൽ മാജിക് കാണാൻ നിങ്ങൾ കാത്തിരിക്കുകയല്ലേ? ശ്രീരാമന്റെ ധർമ്മമോ അതോ യാഷിന്റെ ലങ്കാധിപതിയുടെ വീര്യം?